ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് റൂമ തേത്തെ സ്റ്റോറി ഓഫ് ഹെലീന. ഈ ഒരു ചിത്രം നമ്മുടെ കഥാനായകൻ ബ്രീ എന്നൊരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്, റിയൽ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളോ ട്വിസ്റ്റും ടേൺസും ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു കുഞ്ഞു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ കഥാനായകൻ ബ്രീ എന്നൊരു കോളേജ് സ്റ്റുഡന്റിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് ചിത്രത്തിലെ കഥാനായിക റൂമി. രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. നായിക എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ബ്രീക്ക് അറിയത്തില്ല. അവൻ ഈ ഗ്രാമത്തിൽ വെച്ചാണ് റുമിയെ കണ്ടുമുട്ടിയത്. ഇപ്പോ അവര് രണ്ടുപേരും ഗ്രാമത്തിലെ ഒരു തെരുവ് നാടകം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. രാവണൻ സീതയെ കട്ടോണ്ടു പോകുന്ന ഡ്രാമയാണ് അവർ കണ്ടോണ്ടിരിക്കുന്നത്. അവരങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് തൊട്ടടുത്ത് രണ്ടുപേരെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് കാണുന്നത്. അതിന്റെ പേര് കരിൻഡിങ് എന്നാണ്. അത് കണ്ട് റുമിക്ക് ഒത്തിരി സന്തോഷമായി. ബ്രീ ഉടനെ തന്നെ അവൾക്കത് വാങ്ങിച്ചു കൊടുക്കുന്നു. റുമി അത് വായിക്കാൻ തുടങ്ങി. ഇതേ സമയം ബ്രീ താമസിക്കുന്ന ഒരു റെന്റൽ ഹോം ആണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് ബ്രീയുടെ ഹൗസ് മേറ്റ്സ് ഇവാൻ, ധോണി, ഡാനി. അവര് 3 പേരും തിരക്കിട്ട് പഠിക്കുന്ന നേരത്താണ് അവരുടെ മറ്റൊരു സുഹൃത്ത് നന്ദു എന്നൊരു ചെറുപ്പക്കാരൻ ചുറ്റിത്തിരിഞ്ഞ് നേരം വൈകി വീട്ടിലേക്ക് വരുന്നത്. നന്ദു അവരോട് ടാറ്റയൊക്കെ കാണിച്ച് മുറിയിലേക്ക് കയറിപ്പോയി. അവര് 3 പേരും ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. കാരണം നന്ദുവിന് ചെറിയൊരു കാറുണ്ട്, അതിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. പിന്നെ ഇവൻ എങ്ങനെ ഇത്ര ദൂരം നടന്ന് വീട്ടിലേക്ക് വന്നു? ചിലപ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് കാറ് കൊണ്ടുപോയിട്ടുണ്ടാവും. അവരതും പറഞ്ഞ് ആശ്വസിച്ചിരിക്കുക. ഇവിടെ അതേ സമയം തന്നെ ബ്രീ നമ്മുടെ നായികയെ അവളുടെ വീടിനടുത്ത് കൊണ്ടാക്കി. അവര് സുഹൃത്തുക്കളായിട്ട് അധികമായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിരുന്നാലും ബ്രീ അവളോട് ചോദിക്കും, അല്ല എന്തായാലും ഞാൻ ഇത്ര ദൂരം വന്നില്ലേ, എന്നെ എന്താ വീട്ടിലേക്ക് വിളിക്കാത്തത്? എനിക്ക് നിന്റെ വീട് കാണണം എന്നൊരാഗ്രഹമുണ്ട്. റുമിയാണെങ്കില് അത് കേട്ടാകെ സൈലന്റ് ആയി. അതിന്റെ ആവശ്യമില്ല, എന്റെ വീട് ദേ തൊട്ടടുത്ത, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞ് റുമി യാത്ര പറഞ്ഞു പോവുക. ഇതേ സമയം തന്നെ റെന്റൽ ഹോമില് മറ്റു 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഫ്രണ്ട് ഡോറും തുറന്നുകൊണ്ട് നന്ദു വീണ്ടും വീടിനകത്തേക്ക് കയറി വരുന്നു. അവൻ അവരെ 3 പേരെയും മൈൻഡ് ചെയ്യാതെ മുറിയിലേക്ക് പോവാൻ നിൽക്കുക. എന്നാ ആ കൂട്ടുകാരാണെങ്കില് അവനെ കണ്ടാകെ വരണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കുറച്ചു മുന്നേ മുറിയിലേക്ക് പോയതാരാ? ഇവരങ്ങനെ കണ്ണും തള്ളിയിരിക്കുന്നത് കാണുമ്പോ നന്ദു ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നേ? അവരങ്ങനെ സ്റ്റണ്ണായിട്ടിരിക്കുക, പേടിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് ബ്രീ വീട്ടിലെത്തി. അവൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോ അവനോടൊപ്പം ഒരു കറുത്ത ചിത്രശലഭം അകത്തേക്ക് പറന്നു പോകുന്നത് നമുക്ക് കാണാം. അടുത്ത ദിവസം ബ്രീ കോളേജിലേക്ക് പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവൻ തന്റെ ഓർക്കിഡ് ചെടി വാടി തളർന്നു നിൽക്കുന്നത് കാണുന്നത്. ബ്രീ ആ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനോട് സംസാരിച്ച് നേരെ കോളേജിലേക്ക് പോയി. അവൻ തന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ബ്രീക്ക് തന്റെ പിന്നിലിരുന്ന് ആരോ തന്നെ നോക്കുന്നത് പോലെ തോന്നി. അവിടെ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ആ 3 കൂട്ടുകാര് ബ്രിയോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്. അവരിപ്പോ താമസിക്കുന്ന വീട് ഈ ക്യാമ്പസിൽ നിന്ന് ഒത്തിരി അകലെയാണ്. അതൊരു ഗ്രാമത്തിലാണ്. എന്നിരുന്നാലും അവരാ വീട് റെന്റിനെടുത്തത് അതിന്റെ വാടക വളരെ കുറവായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോ ഇവാൻ പറയും, ആ വീടിന് എന്തോ കുഴപ്പമുണ്ട്. ഇന്നലെ രാത്രി നന്ദു വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞങ്ങള് 3 പേര് അവനെ കണ്ടതായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞ് നന്ദു വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് കേട്ടിരുന്ന ബ്രീക്ക് അതൊന്നും തന്നെ വിശ്വസിക്കാൻ വയ്യ. നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയതാവും, നിങ്ങള് ഹലൂസിനേറ്റ് ചെയ്തതായിരിക്കാം എന്ന് പറയും. ഇത് കേട്ടതോടെ ഇവാന് വല്ലാതെ ദേഷ്യം വന്നു. നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതി, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ നിന്നോട് മിണ്ടില്ല എന്നും പറഞ്ഞ് ഇവാൻ അവിടെ നിന്ന് പിണങ്ങിപ്പോയി. അന്ന് വൈകിട്ട് നന്ദു തന്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടി റെന്റൽ ഹോമിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ ഗേൾ ഫ്രണ്ടിന് പുതുതായി ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, ഞാൻ നിനക്ക് ചായ എടുത്തിട്ട് വരാന്നും പറഞ്ഞ് നന്ദു നേരെ കിച്ചണിലേക്ക് പോയി. എലീന ഈ സമയം അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുക. അപ്പോ ഒരു കറുത്ത പൂമ്പാറ്റ അതങ്ങനെ പറന്ന് ഒരു പെയിന്റിങ്ങിലേക്ക് ചെന്നിരുന്നു. പെട്ടെന്നാണ് അവള് സ്റ്റെയറിന് മുകളില് ഒരു സ്ത്രീയെ കാണുന്നത്. അത് ഈ വീട്ടിലെ താമസക്കാരിയാണെന്ന് കരുതി എലീന നമസ്കാരമൊക്കെ പറഞ്ഞ് ആ വീടൊക്കെ ചുറ്റി നടന്ന് കാണുക. ഇപ്പോ എലീനയ്ക്ക് തന്റെ പിറകിൽ നിന്ന് നന്ദുവിന്റെ ശബ്ദം കേൾക്കാം, ചായ റെഡി. അവള് സന്തോഷം കൊണ്ട് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ ആ ചായ കൊണ്ടുവന്നിരിക്കുന്നത് നന്ദു അല്ല,
അതൊരു പ്രേത കൈ മാത്രമാണ്. എലിൻ ആ പ്രേതത്തെ കണ്ട് അലറിക്കരഞ്ഞോണ്ട് ചായക്കപ്പൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് നന്ദു വീടിന് വെളിയിലേക്ക് ഓടി. എത്ര ചോദിച്ചിട്ടും എന്ത് പറ്റിയെന്ന് എലീന അവനോട് പറയത്തില്ല. എനിക്ക് വീട്ടിലേക്ക് പോണേന്നും പറഞ്ഞ് അലറിക്കരഞ്ഞോണ്ടിരുന്നു. നന്ദു അങ്ങനെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ഒരല്പസമയം കഴിഞ്ഞ് മറ്റുള്ളവര് വീട്ടിലേക്ക് എത്തുമ്പോ വീടിനകത്ത് പാത്രങ്ങളൊക്കെ പൊട്ടി ചെതറി കിടക്കുന്നു. പുതിയ ഹാൻഡ് ബാഗ് ഒക്കെ തറയിൽ കിടക്കുന്നു. അതൊക്കെ കണ്ട് അവരൊന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കുക. ഇവാൻ അങ്ങനെ താഴെ കിടന്നിരുന്ന പൊട്ടിയ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി തുറന്നു കിടന്നിരുന്ന വിൻഡോസ് ഒക്കെ ലോക്ക് ചെയ്യാണ്. ഒരുത്തനും പണിയെടുക്കാൻ വയ്യ, ഇതൊക്കെ മര്യാദയ്ക്ക് ലോക്ക് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സമയത്താണ് ഇവാൻ ആ ജനലിന്റെ ഗ്ലാസ്സിലെ ഒരു പ്രേതത്തെ കാണുന്നത്. അവൻ പേടിച്ച് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ അവിടെ ആരെയും കാണുന്നില്ല. അവൻ പതിയെ പതിയെ ആ പ്രേതത്തെ കണ്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കി. ഇനി തനിക്ക് തോന്നിയതാണോ? പെട്ടെന്ന് ഹാളിൽ നിന്ന് എന്തോ ഒരു അനക്കം പോലെ അവൻ പയ്യനെ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ദേ ആ പ്രേതം അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവന് പിന്നെ എന്ത് ചെയ്യണോന്നറിയില്ല. ഓടണോ അതോ നിക്കണോ? അവനത് ചിന്തിച്ച് തീരുന്നതിന് മുന്നേ ആ പ്രേതം അവന്റെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. അവൻ പേടിച്ചരണ്ട് പൊത്തോന്നും പറഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീണു. ഇപ്പൊ നോക്കുമ്പോ ആ പ്രേതത്തെ അവിടെ കാണുന്നില്ല. അവൻ ഭയന്ന് വരച്ച് ടേബിളിന് മുകളിലേക്ക് നോക്കി. ആ പ്രേതം അതിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അത് കണ്ട് ഇവാൻ ശ്വാസം കിട്ടാതെ പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ ബഹളം കേട്ട് ഡാനി അങ്ങോട്ട് ഓടിയെത്തി. എന്നാ അവനെ കൊണ്ട് ആ പ്രേതത്തെ കാണാൻ വയ്യ. ഇവാനെ കൊണ്ട് ഇപ്പോ സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഡാനി കൂട്ടുകാരനെ സമാധാനിപ്പിച്ച് അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരല്പസമയം കഴിഞ്ഞ് മറ്റൊരു കൂട്ടുകാരൻ ധോണി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഡാനി സംഭവിച്ച എല്ലാ കാര്യങ്ങളും ധോണിയോട് പറയുന്നുണ്ട്. ഇവാൻ ഇപ്പോഴും ആ പ്രേതത്തെ കണ്ട ഷോക്കില് കിളി പോയിട്ടിരിക്കുകയാണ്. അവനെ കൊണ്ടൊന്നും മിണ്ടാൻ വയ്യ. ഇത് കണ്ട് ധോണി ആകെ ടെൻഷനായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവൻ കാര്യമായിട്ട് എന്തോ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം ധോണി വിയേഡായിട്ട് ഒരു കാര്യം ചെയ്യും. അവൻ കുറച്ച് മുടി പറിച്ചെടുത്ത് അത് ബോധമില്ലാതിരിക്കുന്ന ഇവാനെ കൊണ്ട് മണപ്പിക്കും. പെട്ടെന്ന് തന്നെ ഇവാന് ബോധം തിരിച്ചു കിട്ടി. ഇവാൻ നാറ്റം കൊണ്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ആ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ വീട്ടിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നന്ദുവിന് അവന്റെ ഗേൾഫ്രണ്ട് പ്രേതത്തെ കണ്ടുവെന്ന് പറഞ്ഞപ്പോ ആദ്യം വിശ്വാസമായിരുന്നില്ല. ഇപ്പോ ഇന്നലെ രാത്രി ഇവാൻ ആ പ്രേതത്തെ കണ്ട് കിളി പോയി എന്നറിഞ്ഞപ്പോ അവനൊരു കാര്യം ഉറപ്പായി, ഈ വീട്ടിലെ പ്രേതമുണ്ട്. നന്ദു അവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് കേട്ട് ഡാനിക്ക് ആകെ ദേഷ്യം വന്നു. അപ്പോ നീയാണല്ലേ ഈ വീട്ടിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്നത്? അപ്പോ ഇതിനെല്ലാം കാരണം നീയാണ്. നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ പ്രേതത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ലാതെ ഇത്രയും നാള് നമ്മൾക്ക് ആ പ്രേതത്തിന്റെ ശല്യം ഉണ്ടായിരുന്നോ? അതിന് നന്ദു പറയും, ഞങ്ങൾ അതിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് സമ്മാനം കൊടുക്കാനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടും ഡാനി അത് സമ്മതിക്കില്ല. ഇല്ല, നീയാണ് കാരണക്കാരൻ, നീയാണ് പ്രേതത്തെ ട്രിഗർ ചെയ്തെന്നും പറഞ്ഞ് അവര് തമ്മിൽ അടിപിടി ബഹളമായി. അടുത്ത സീനിലെ നായകൻ റുമിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം റുമിയുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇപ്പോ നായകൻ അവളോട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ കുറെ തവണ നേരിട്ട് കണ്ടു, സംസാരിച്ചു. പക്ഷെ നിന്റെ വീട് എവിടെയാണ്? നിന്റെ പേരൻസ് ആരൊക്കെയാണ്? ഇതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല. അതിന് റുമി പറയും, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. നമ്മള് മനുഷ്യന്മാര് നമ്മുടെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. അതിന് ബ്രീ പറയും, നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ സമയം ക്രമീകരിക്കാൻ പറ്റും, എപ്പോ വേണം, എങ്ങനെ വേണം എന്നൊക്കെ. അതിന് റുമി റെസ്പോണ്ട് ചെയ്യും, ഇല്ല, നമുക്ക് നമ്മുടെ സമയം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വിധി എന്താണോ അത് അനുഭവിച്ചേ പറ്റൂ. അതിലൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പോഴും റുമി തന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല. ഇവിടെ മറുവശത്ത് നന്ദു തന്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് താമസം മാറി പോവുക. അവൻ മറ്റു കൂട്ടുകാരോട് പറയും, ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ പോന്നു. അതിന് ഇവാൻ പറയും, ഞാൻ ഈ വീട് മാറുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം. കാരണം ഫുഡ് കഴിക്കാൻ പോലും അവർക്ക് പൈസ തികയുന്നില്ല. എന്നാലും നന്ദു അവരെ രണ്ടുപേരെയും തന്നോടൊപ്പം കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോ ഡാനി അവനോട് പറയും, നിനക്ക് വേണമെങ്കിൽ പോവാം, അതിന് ഞങ്ങളെ എന്തിനാ നിർബന്ധിക്കുന്നേ? പിന്നെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അവര് മൂന്നുപേരും തമ്മില് ആകെ ഉന്തും തള്ളും ബഹളമായി. അപ്പോഴേക്കും മറ്റൊരു സുഹൃത്ത് അങ്ങോട്ട് ഓടി വന്ന് അവരെ മൂന്നുപേരെയും പിടിച്ചു മാറ്റി. ആ കൂട്ടുകാരന്റെ പേര് റൂഡി എന്നാണ്. റൂഡി പെട്ടെന്ന് തന്നെ നായകനെ ഫോൺ ചെയ്ത് ഇപ്പോ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. ബ്രീ, നീ എവിടെയാ? നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. നന്ദു ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോവാണെന്ന് പറഞ്ഞ് അവര് മൂന്നുപേരും തമ്മിൽ ആകെ അടിപിടി ബഹളമായി. അവരിപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. ബ്രീ പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. റൂമിയെ കൂട്ടി വീട്ടിലെത്തി. എന്നാൽ ഇവാൻ നായികയെ കണ്ടാകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ നായകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. നിന്റെ ഗേൾഫ്രണ്ട്, അവളെ കാണാൻ ഇന്നലെ കണ്ട പ്രേതത്തിന്റെ പോലെയുണ്ട്. ഇത് കേട്ട് ബ്രീക്ക് വല്ലാതെ ദേഷ്യം വന്നു. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളായി വിളിച്ചു പറയുന്നേ? നിനക്കും ആ നന്ദുവിനെ പോലെ വട്ടായോ? എന്തൊക്കെ പറഞ്ഞിട്ടും ബ്രീ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ
ഇപ്പോ റൂഡി നായകനോട് ചോദിക്കും, ബ്രീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ നീ എവിടെ വെച്ചാ കണ്ടത്? അതിന് ബ്രീ പറയും, അവൾ ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ്, അവളൊരു പാവാണെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. അതിന് റൂഡി പറയുന്നത്, താൻ ഈ നാട്ടുകാരനാണ്, ഇതൊരു ചെറിയ ഗ്രാമമാണ്, എനിക്കിവിടത്തെ എല്ലാവരെയും അറിയാം, ഞാൻ ഇതുവരെ റുമി എന്നൊരു പെൺകുട്ടിയെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. ഇപ്പോ ഇത്ര നേരം താൻ ഈ വീട് വിട്ട് പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചു നിന്നിരുന്ന ഇവാൻ ഇപ്പോ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ നന്ദുവിന്റെ കൂടെ പോവാന്നും പറഞ്ഞ് ഇവാൻ തന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്നിറങ്ങി. അവനെങ്ങനെ നന്ദുവിന്റെ കാറിലും കയറി അവിടെ നിന്ന് പോകുമ്പോ പുറത്ത് റുമി നിൽക്കുന്നുണ്ട്. അവനാണെങ്കില് അവളെ തിരിഞ്ഞു നോക്കാൻ തന്നെ പേടിയാ. ഇവാൻ പതിയെ തിരിഞ്ഞു നോക്കി അത് പ്രേതാണോന്നറിയാൻ. അപ്പോഴും റുമി അവനെ വല്ലാത്തൊരു രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുക, ചിരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെയൊക്കെ സമാധാനിപ്പിച്ച് ബ്രീ നായികയെ തെരഞ്ഞ് പുറത്തേക്ക് ചെല്ലുമ്പോ വെളിയില് റുമിയെ കാണുന്നില്ല. ഇനി അവൾ ഈ ബഹളങ്ങളൊക്കെ കണ്ട് പിണങ്ങി പോയതാണോ? അവനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് തന്റെ മുറിയിലേക്ക് പോകുമ്പോ റുമി ഒരു കറുത്ത പൂമ്പാറ്റയെ പിടിച്ച് അതിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. അവൻ റുമിയോട് മാപ്പ് പറയും, തന്റെ ഫ്രണ്ട്സ് ഇന്ന് അത്ര നല്ല മൂഡിലല്ല, എനിക്കറിയില്ല അവർക്ക് എന്ത് പറ്റിയെന്ന്. ഇപ്പോ റുമി ചോദിക്കും, നിന്റെ ഫ്രണ്ട്സിന് എന്താ പറ്റിയത്? ഈ വീട് ഹോണ്ടഡ് ആണ്, അവർ ഈ പ്രേതത്തിനെയൊക്കെ കണ്ടു പേടിച്ചെന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു കാര്യം കേട്ട് റുമിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. അവള് ചോദിക്കും, അവരേത് പ്രേതത്തെയാണ് കണ്ടത്, അതാണാണോ പെണ്ണാണോ? ഇത് കേട്ട് ബ്രീ അങ്ങനെ ായിട്ട് നിൽക്കുക. നിന്റെ ഫ്രണ്ട്സ് അവരുടെ സംസാരം നന്നാക്കണം, നല്ല രീതിയിൽ പെരുമാറണം. ഈ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങൾക്കും അതിന്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല അദൃശ്യ ശക്തികളും നമുക്ക് ചുറ്റുമുണ്ട്. അതിന് ബ്രീ ചോദിക്കും, റുമി നീ എന്തൊക്കെയാ പറയുന്നേ? അതിന് റുമി പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും തന്നെ ബ്രിയെ കൊണ്ട് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അന്ന് രാത്രി മറ്റു രണ്ട് കൂട്ടുകാരെ ഒരു ഷാമനെ കാണാനായിട്ട് പോയി, ആ റെന്റൽ ഹോമിന് പിന്നില് മറഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടെത്താൻ. കാരണം ആ ഷാമനും ഈ നാട്ടുകാരനല്ലേ. അതിനാ ഷാമൻ നമ്മുടെ റുമി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പെരുമാറണം, സംസാരിക്കണം എന്നൊക്കെ. അപ്പോ അത്രേ ഉള്ളൂ, ഇനി ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റൂ? അതിനാ ഷാമൻ മറിച്ചൊന്നും തന്നെ പറയുന്നില്ല, അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഇവിടെ ഇതേ സമയം ബ്രീ തന്റെ മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അവൻ ആ വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൂളിപ്പാട്ട് കേൾക്കാം. ഈ വീട്ടിലിപ്പോ ബ്രീ തനിച്ചാണ്. അവൻ ക്യൂരിയസ് ആയി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അവിടെ കസേരയിലെ ഒരു പ്രേതം ഇരിക്കുന്നു. അത് കണ്ട് ബ്രീക്ക് ഒട്ടും തന്നെ പേടി തോന്നിയില്ല. അവൻ ആ പ്രേതത്തിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ആ വീട്ടിലെ ലാൻഡ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ആ സമയം അവന്റെ ശ്രദ്ധ മാറിയില്ലേ. ബ്രീ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോ ആ പ്രേതത്തെ കസേരയിൽ കാണുന്നില്ല. മാത്രമല്ല ആ ഫോൺ വിളിച്ചിരിക്കുന്നത് ആ വീടിന്റെ ഓണറാണ്. കാരണം ഇന്ന് രാവിലെ നന്ദുവും ഇവാനും താമസം മാറി പോയില്ലേ, അതിന്റെ കാരണം തിരക്കാൻ വിളിച്ചതാണ്. എന്നാ ബ്രീ ആണെങ്കിലോ ഇപ്പോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും ആ സ്ത്രീയോട് പറയത്തില്ല. പിറ്റേ ദിവസം ബ്രീ നായികയെ കാണാനായിട്ട് ആ തടാകത്തിലേക്ക് പോയി. ഇപ്പോ ബ്രീ ചോദിക്കും, റുമി നിന്റെ മുഖത്ത് എപ്പോഴും ചിരിയാണ്, പക്ഷേ ഞാൻ നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ പറ്റുന്നില്ല, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ? അതിന് റുമി ചോദിക്കും, എന്റെ ഉള്ളിലെ സങ്കടം അറിഞ്ഞിട്ട് നിനക്കെന്ത് ചെയ്യാനോ? ഞാൻ നിന്റെ സങ്കടം മാറ്റാൻ നോക്കും, നിന്നെ സന്തോഷിപ്പിക്കും. അതിന് റുമി തീർത്തും പറയും, നിന്നെക്കൊണ്ട് ഒരിക്കലും അതിന് കഴിയത്തില്ല. അവൻ റുമിയുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരല്പസമയം കഴിഞ്ഞ് ബ്രീ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ വീട്ടിൽ മൊത്തം 6 മുറികളുണ്ട്. 5 മുറികളിലായിരുന്നു ആ കൂട്ടുകാർ താമസിച്ചിരുന്നത്. അതിൽ 6ാമത്തെ മുറി പല വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോ അവന്റെ കൂട്ടുകാരി പറയുന്നത് റുമി ഒരു പ്രേതമാണെന്ന്. അപ്പോ റുമിയും ഈ വീടും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്രീ പിന്നെ ഒട്ടും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. അവൻ ആ അടഞ്ഞു കിടന്നിരുന്ന ഡോറ് ക്രാക്കിയാണ്. ആ മുറിക്കകത്ത് അവനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന പല സത്യങ്ങളായിരുന്നു. റുമിയുടെ ഡയറി, കുറെ ഫോട്ടോസ്. ഈ റുമിയുടെ യഥാർത്ഥ പേര് ഹെലീന എന്നാണ്. ഈ റെന്റൽ ഹോം പണ്ട് ഹെലീനയുടെ വീടായിരുന്നു. അങ്ങനെ തന്നെ നായികയുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹെലീനയ്ക്ക് സഹോദരങ്ങളില്ലാത്തതിനാൽ അവൾക്ക് ചെറുപ്പം മുതലേ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹെലീന ഹെൻറി എന്നൊരാളെ കല്യാണം കഴിച്ചു. എന്നാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹെലീനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായില്ല. ആ സങ്കടത്തിനിടയില് ഹെൻറിയുടെ ബിസിനസ് ലോസായി. അവർക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു. അവസാനം ആ കടങ്ങൾ തീർക്കാൻ ഹെൻറി തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹെൻറിയുടെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഹെലീനയ്ക്ക് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ വരുന്നത്. എന്റെ പേര് നീന, ഞാൻ നിന്റെ ഭർത്താവിന്റെ 2ാം ഭാര്യയാണ്. ഞങ്ങൾക്കിപ്പോ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്, നീ ഒരിക്കലും ഞങ്ങൾക്കിടയിലേക്ക് വരരുത് എന്ന് ഭീഷണിപ്പെടുത്തി ആ സ്ത്രീ ആ ഫോൺ കോൾ കട്ടാക്കി. ഒരു ദിവസം ഹെലീനയ്ക്ക് ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നു. ഹെൻറി ഹെലീനയുടെ ഈ വീട് വെച്ച് ബാങ്കിൽ നിന്ന് ഒത്തിരി പണം ലോൺ എടുത്തിരുന്നു. പുള്ളിക്കാരന്റെ പുതിയ ഭാര്യയുമായിട്ട് ജീവിക്കാൻ. ബാങ്ക് ഈ വീട് ജപ്തി ചെയ്യാൻ പോവാണ്. ഹെലീനയ്ക്കാണെങ്കിലേ ഈ വീട് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ, ബന്ധുക്കളോ മാതാപിതാക്കളോ ഇല്ല.
ജീവിതത്തില് തീർത്തും ഒറ്റപ്പെട്ടു പോയ ഹെലീന അവസാനം ഈ വീടിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്യായിരുന്നു. ബ്രീ അങ്ങനെ ആ ഡയറി വായിച്ചു തീർന്നതും ആ വീട്ടിലെ ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്ത് പൊട്ടിച്ചെതറി വീടിന്റെ ജനാലകളും ഡോറുകളും തനിയെ ലോക്കായി. കിച്ചണിലെ സാധനങ്ങളൊക്കെ ആ പ്രേതം വലിച്ചെറിയാൻ തുടങ്ങി. കത്തിയൊക്കെ തനിയെ പറന്നു വന്ന് ബ്രീയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അവൻ ആ കത്തിയേറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോ നമ്മുടെ ബ്രീക്ക് ഹെലീനയുടെ പ്രേതത്തെ കാണാം. അവൻ ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ആ പ്രേതത്തിനെ നേർക്ക് നേരെ കാണുന്നത്. അവൻ ആ പ്രേതത്തെ കണ്ടിട്ട് ഒട്ടും പേടി തോന്നിയില്ല. ഞാൻ അറിയാതെ നിന്റെ ഡയറി വായിച്ചതാണെന്നും പറഞ്ഞ് അവൻ ആ ഡയറി എടുക്കുമ്പോഴേക്കും ആ പ്രേതത്തെ അവിടെ കാണുന്നില്ല. അവൻ മുകളിലേക്ക് നോക്കുമ്പോ ഹെലീന സ്റ്റെയർ വഴി ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. ഇവനാണെങ്കില് റുമി നിക്ക് പോവല്ലേ എന്നും പറഞ്ഞ് പ്രേതത്തിന്റെ പിന്നാലെ ഓടിച്ചെന്നു. അവൻ ബാൽക്കണിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും ഹെലീന അവിടെ നിന്ന് മറഞ്ഞുപോയി. അന്ന് രാത്രി അവൻ റുമിയുടെ ഫേവറേറ്റ് പ്ലേസ് ആയ ആ തടാകത്തിനെ തൊട്ട് കാത്തിരുന്നു. അവൻ ആ മഴ നനഞ്ഞ് പാതിരാത്രി അവളെ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ബ്രീ നോക്കുമ്പോ അത് റുമിയുടെ പ്രേതമാണ്. ബ്രീ അവളോട് മാപ്പ് പറഞ്ഞ് കരയാണ്. നിന്റെ അനുവാദമില്ലാതെ ഞാൻ ആ ഡയറി വായിച്ചു. നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് തുടക്കം മുതൽ എനിക്ക് അറിയാമായിരുന്നു. നീ എന്നെങ്കിലും എന്നോട് ആ സത്യം തുറന്ന് പറയും എന്ന് ഞാൻ കാത്തിരുന്നു. അവസാനം എനിക്ക് ആ ഡയറി വായിക്കേണ്ടി വന്നു. ഇപ്പോ നീ പ്രേതമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ബന്ധത്തില് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അവൻ മാപ്പ് പറഞ്ഞ് കരഞ്ഞ് ആ പ്രേതത്തെ ചേർത്ത് പിടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബ്രീ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവന്റെ മറ്റു രണ്ട് കൂട്ടുകാര് ഡാനിയും ധോനിയും അവനെ കണ്ടാകെ ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം ബ്രീ അത്രയും സന്തോഷത്തിലായിരുന്നു. അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല മാറ്റമുണ്ട്. അന്ന് രാത്രി തന്നെ ഇക്കാര്യം പറയാനായിട്ട് റൂഡിയും ധോനിയും കൂടി ഇവാനെ കാണാനായിട്ട് വീട്ടിൽ നിന്നിറങ്ങി. അവരാണെങ്കില് ഒരേ സർക്കിളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ആ സർക്കിൾ വിട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. പിന്നെയും അവർ അതേ സ്ഥലത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും എങ്ങോട്ട് പോണോന്ന് യാതൊരു പിടുത്തമില്ല. ഇനി വല്ല കുട്ടിച്ചാത്തനാണോ? ഇപ്പോ അവർക്കൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാം. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് പോവുക? അവരെ ചുറ്റുപാടും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല. പിന്നെ ആ സ്ത്രീയുടെ ശബ്ദം അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ. എന്റെ ഈ തലയൊന്ന് കഴുത്തിലേക്ക് വെച്ചു തരൂ. ഈ ശബ്ദം കേട്ട് അവരെ താഴേക്ക് നോക്കുമ്പോ ഒരു പ്രേതത്തിന്റെ തല മാത്രം റോഡിൽ കിടക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, എന്റെ അമ്മയെ ഇത് പ്രേതോടാന്നും പറഞ്ഞ് രണ്ടുപേരും ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. റൂഡിക്ക് ഇനി ഓടാൻ വയ്യ. അവൻ ഒരു വെയിറ്റിംഗ് ഷെഡില് തളർന്നിരുന്നു. അപ്പതേ ഈ തലയൊന്ന് കഴുത്തിൽ വെച്ചു തരുമെന്നും ചോദിച്ച് ആ പ്രേതം അവന്റെ അടുത്തേക്ക് വന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവര് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ട് അവസാനം നന്ദുവിനെ കണ്ടുമുട്ടി. അവനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മറുവശത്ത് ഡാനി കിച്ചണില് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അവന് ബ്രീയുടെ മുറിയിൽ നിന്ന് വളരെ ഒച്ചത്തിലെ പാട്ട് കേൾക്കാം. പാട്ട് മാത്രമല്ല, വിചിത്രമായ പല ശബ്ദങ്ങളും കേൾക്കാം. പിന്നെ അതൊരു സ്ത്രീയുടെ കരച്ചിലായിട്ട് മാറി. അവൻ ആ ഡോറ് തുറക്കാൻ മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ലാൻഡ് ഫോൺ റിങ് ചെയ്തു. അവൻ ആ ഫോൺ എടുത്ത് നോക്കുമ്പോ സംസാരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഹലോ, എനിക്കൊന്ന് ഹെലീനയോട് സംസാരിക്കണം. അത് കേട്ട് ഡാനി ആകെ ഷോക്കായി. ഹെലീനയോ? അങ്ങനെ ആരും ഇവിടെ താമസിക്കുന്നില്ലല്ലോ. അതിന് ആ സ്ത്രീ പറയും, ഉണ്ടല്ലോ, അവൾ ആ സോഫയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് ഡാനി പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഹെലീനയുടെ പ്രേതം അവന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. അവൻ ആ ഫോണും താഴെയിട്ട് തന്റെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. റൂഡിയുടെ വീട് ആ റെന്റൽ ഹോമിന് തൊട്ടായതുകൊണ്ട് ഡാനി പെട്ടെന്ന് തന്നെ റൂഡിയുടെ വീട്ടിലേക്ക് ഓടി. തൽക്കാലത്തേക്ക് അന്ന് രാത്രി അവര് മൂന്നുപേരും റൂഡിയുടെ വീട്ടിലാണ് കഴിയുന്നത്. അടുത്ത ദിവസം ബ്രീ കോളേജിലേക്ക് പോയ തക്കം നോക്കി അവന്റെ മറ്റ് 4 സുഹൃത്തുക്കളും ചേർന്ന് ഒരു മന്ത്രവാദിയെ ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും, പ്രേതബാധ ഒഴിപ്പിക്കാൻ. അവരും ആ പ്രേതത്തെ കണ്ട സ്ഥലങ്ങള് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ മന്ത്രവാദി ഒരു വടിയെടുത്ത് ആ പ്രേതത്തോട് പറയും, ഇത് നിന്റെ വീടല്ല, ഇത് മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണ്, ഒഴിഞ്ഞു പോ എന്നും പറഞ്ഞ് ഒരു വടിയെടുത്ത് വീശി. പെട്ടെന്ന് ആ ഡോറ് തനിയെ തുറന്നു വന്നു. അങ്ങനെ തന്നെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വന്ന മന്ത്രവാദി പറന്ന് തെറിച്ച് മുറിക്ക് പുറത്തേക്ക് വന്ന് വീണു. ആ പ്രേതം അവരുടെ അടുത്തേക്ക് വന്ന് അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുക. നിങ്ങള് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാറായോ? ആ മന്ത്രവാദി ആ മാന്ത്രിക വടി വെച്ച് പ്രേതത്തെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹെലീന ഒരു തരത്തിലും അയാൾക്ക് പിടി കൊടുക്കുന്നില്ല. മന്ത്രവാദിയുടെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ച് അയാളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഈ സമയം പിള്ളേര് വെറുതെ നിൽക്കൂ, നിന്നെ ഞാൻ ശരിയാക്കി തരാന്നും പറഞ്ഞ് നന്ദു പ്രേതത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹെലീന അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അത് കണ്ടതോടെ ധോണിയുടെ ബോധം പോയി. അവൻ ബോധം കെട്ട് താഴേക്ക് വീണു. അങ്ങനെ കോളേജൊക്കെ വിട്ട് ബ്രീ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോ അടിയും കിട്ടി ആ മന്ത്രവാദി വീടിന് വെളിയില് മഴ നനഞ്ഞ് കിടക്കുന്നുണ്ടാവും. അയാൾ പറയും, നിന്റെ കൂട്ടുകാര് അവരെ രക്ഷിക്കേ. ഇത് കേട്ടതോടെ ബ്രീ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടി. നോക്കുമ്പോ ഹെലീന നന്ദുന്റെ കഴുത്തിന് പിടിച്ച് അവനെ
കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഹെലീന അവനെ വിട്, അവൻ എന്റെ കൂട്ടുകാരനാണ്. അത് കേട്ടതോടെ ഹെലീന ഒന്ന് കാമായി നന്ദുവിനെ എടുത്ത് ഒരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോ ഇവാൻ പറയും, ബ്രീ അവളുടെ അടുത്തേക്ക് പോവരുത്, അതൊരു പ്രേതമാണ്. ഈ വീടിന് ഒരു പ്രേതത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ചടങ്ങ് ചെയ്ത് അവളെ ഒഴിപ്പിച്ചേ പറ്റൂ. അതിന് ബ്രീ പറയും, അതൊരു പ്രേതമാണെന്ന് എനിക്കറിയാം, പക്ഷേ അവളൊരു ഈവളല്ല. ഇത് കേട്ട് ഡാനി ചോദിക്കും, ബ്രീ നീ ആ പ്രേതത്തെ പ്രണയിക്കുന്നുണ്ടോ? ഇത് കേട്ട് ബ്രീ ഒന്ന് സൈലന്റ് ആയി. അവൻ ആ പ്രേതത്തോട് മാപ്പ് പറയാ. അവൻ ഇത്ര നാളും ഹെലീനയെ പ്രണയിക്കുന്നത് പോലെ ആക്ട് ചെയ്യായിരുന്നു. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്രീക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. അവൻ ഒന്നും തന്നെ അറിയാത്തതുപോലെ പ്രിട്ടൻഡ് ചെയ്യായിരുന്നു. കാരണം ബ്രീ ഒരു നോവൽ എഴുതുന്നുണ്ടായിരുന്നു. അതിനവന് റൂമിയുടെ സ്റ്റോറി വേണമായിരുന്നു. സത്യം പറഞ്ഞ അവളൊരു പ്രേതമാണെന്ന് ബ്രീ ചിന്തിച്ചിരുന്നില്ല. അല്ലാതെ ഈയൊരു റിലേഷൻ പ്രണയമായിരുന്നില്ല. ഇത് കേട്ട് ഹെലീന പറയും, നീ പറയാതെ തന്നെ എനിക്ക് ഇതെല്ലാം തന്നെ അറിയാമായിരുന്നു. അവരങ്ങനെ പരിഭവങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ റൂഡി വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു മന്ത്രവാദിയെ വിളിച്ചോണ്ട് വന്നു. അവരാ പ്രേതത്തെ ഓടിച്ചു വിട് എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട്. അതിന് ഹെലീന പറയും, എന്നെ നിങ്ങൾ ഓടിച്ചു വിടേണ്ട കാര്യമില്ല, ഞാൻ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോവാണ്. ബ്രീ അവസാനമായിട്ട് ആ പ്രേതത്തിനെ ഹഗ് ചെയ്യാനായിട്ട് അടുത്തേക്ക് നടന്നതും ആ ശ്യാമനും അവന്റെ ഫ്രണ്ട്സും അവനെ തടയുന്നുണ്ട്. ബ്രീ പോവല്ലേ, അതൊരു ആത്മാവാണ്, ചിലപ്പോ അവള് നിന്നെയും കൊണ്ടുപോകും. ബ്രീ അതൊന്നും തന്നെ കേൾക്കാതെ അവൻ ആ പ്രേതത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെ തന്നെ ഹെലീന അവിടെ നിന്ന് മറഞ്ഞുപോയി. ആ കറുത്ത പൂമ്പാറ്റ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പറന്നുപോയി. ഈ ഒരു സീനോടെയാണ് റൂമാ തേത്തെ സ്റ്റോറി ഓഫ് ഹെലീന എന്ന ഈ ഒരു കുഞ്ഞു പ്രേത സിനിമ അവസാനിക്കുന്നത്.